സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതിക്കെതിരെ പ്രവർത്തിക്കുകയും സഭാ നടപടികൾ എടുത്ത് നീക്കം ചെയ്ത എറണാകുളം ബസിലിക്ക മറ്റ് 4 പള്ളികളിലെ വൈദികർ എന്നിവരെ സംരക്ഷിക്കുന്നു. യഥാർത്ഥ വിശ്വാസികളോട് മാർ പാമ്പ്ലാനി അപമര്യാദയായി പെരുമാറി എന്നീ കാരണങ്ങളാൽ മാർ പാമ്പ്ലാനിയെ എറണാകുളം അരമനയിൽ വിശ്വാസികളുടെ ഉപരോധം തുടരുന്നു. സീറോ മലബാർ സഭയുടെ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലാണ് രൂപതയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ മറികടന്നാണ് മാർ പാമ്പ്ലാനി സൂപ്പർ മെത്രാനായി പ്രവർത്തിക്കുന്നത്. അത് വിശ്വാസികൾ ചോദ്യം ചെയ്യുന്നു. വിരുദ്ധ നേതാക്കളായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഷൈജു ആന്റണി എന്നിവരുമായുള്ള മാർ പാമ്പ്ലാനിയുടെ ചർച്ചകൾ പുറം ലോകം അറിഞ്ഞു. മാർ തട്ടിൽ നേരിട്ട് വന്ന് മാർ പാമ്പ്ലാനിയെ നീക്കം ചെയ്യുകയും സഭയുടെ വിശുദ്ധ കുർബാന മാത്രം നടപ്പിലാകുകയുള്ളൂ എന്ന് അറിയിക്കുകയും നിലവിൽ ശക്തമായ സഭയുടെ ഒപ്പം നിലപാട് സ്വീകരിക്കുന്ന കൂരിയെ നിലനിർത്തുമെന്ന് അറിയിക്കും വരെ ഉപവാസ സമരം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. മാർ പാമ്പ്ലാനി പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. പക്ഷേ വിശ്വാസികളുടെ ശക്തമായ ചെറുത്തുനിൽപ്പിൽ പോലീസ് മടങ്ങിപ്പോയി. റോമിൽ പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കോൺക്ലേവ് നാളെ ആരംഭിക്കുവാൻ തുടങ്ങുമ്പോൾ മാർ പാമ്പ്ലാനിയുടെ തിരക്ക് പിടിച്ച നടപടികളിൽ സിനഡ് പിതാക്കന്മാരും പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. പുതിയ പാപ്പ വന്നാൽ വിമത വൈദികരുടെ പട്ടം എടുത്തു കളയുന്നതടക്കം ശക്തമായ നടപടികൾ വിമതർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെ അതിൽ നിന്നും രക്ഷിക്കാനാണ് അവരുടെ അടുത്ത സുഹൃത്തായ മാർ പാമ്പ്ലാനി തട്ടിക്കൂട്ട് ഫോർമുലയുമായി വന്നതെന്നും വിശ്വാസികൾ പറയുന്നുണ്ട്. മുൻ സിനഡ് സെക്രട്ടറി മാർ കരിയിൽ നീക്കം ചെയ്യപ്പെട്ടതുപോലെ ഇപ്പോഴത്തെ സെക്രട്ടറി മാർ പാമ്പ്ലാനിയെയും പുറത്താക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെടുന്നു. അതേസമയം വിഷയം രൂക്ഷമായപ്പോൾ പെർമനന്റ് സിനഡ് മാർ തട്ടിലിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നും പറയപ്പെടുന്നുണ്ട്. എറണാകുളം അരമനയിൽ സഭയോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസികൾ അവരുടെ ക്ഷമയുടെ എല്ലാ പരിധികളും വിട്ടപ്പോഴാണ് മാർ പാമ്പ്ലാനിയെ ഉപരോധിച്ചത്. അദ്ദേഹത്തെ നീക്കം ചെയ്യാതെ 100 കണക്കിന് വിശ്വാസികൾ വിട്ടുപോകില്ലെന്ന് അറിയിച്ചപ്പോൾ ഉടനെ പോയി അവരെ കാണുവാൻ സിനഡ് മെത്രാൻമാർ സീറോ മലബാർ സഭയുടെ അധ്യക്ഷനും എറണാകുളം മെത്രാപോലിത്തയുമായ മാർ തട്ടിലിന് നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹം മാർ പാമ്പ്ലാനിയെ ശാസിക്കും. പുതിയ പാപ്പ വരും വരെ സഭയിൽ സമൂഹത്തിൽ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കരുതെന്ന് ശാസിക്കുമെന്നും അറിയുന്നു.